ആത്മാവിന്റെ നിറവിൽ പുരുഷന്റെ മനവിൽ ആത്മാവിനെ ആരാധിച്ചിടാം.
മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. ജീവവചന പ്രഭാത ധ്യാന ചിന്തയുടെ എല്ലാ കേൾവിക്കാർക്കും അനുഗ്രഹീതമായൊരു പ്രഭാത വന്ദനം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ആശംസിക്കുന്നു. പ്രാർത്ഥിക്കുവാനുള്ള അവകാശം നഷ്ടമാക്കുന്ന പാപം എന്നൊരു വിഷയമാണ് ഇന്ന് പ്രഭാതത്തിൽ ഈ വാക്യത്തെ ആസ്പദമാക്കി നാം ചിന്തിക്കുന്നത്. കൂടപ്പുറപ്പുകളെ, ക്ഷമയോളം ശക്തമായ ഒരു ഔഷധം ഭൂമിയിൽ വേറെയില്ല എന്നുള്ളത് മനുഷ്യരാശിക്ക് പഠിപ്പിച്ചു തന്നത് മനുഷ്യരാരുമല്ല, മറിച്ച് സ്വർഗസ്ഥനായ കർത്താവ് തന്നെയാണ്. നാം ക്ഷമിക്കുന്നവരാണെങ്കിൽ നമുക്ക് ലഭ്യമാകുന്നതും വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നതും സൗഖ്യവും ആരോഗ്യവും സന്തോഷവും സമാധാനവും കൂട്ടായ്മയും അതിൻ്റെ അനുഗ്രഹങ്ങളുമാണ്. വചനം പഠിപ്പിക്കുന്നത് ഏവനോടും ക്ഷമിക്കണമെന്നതാണ്. മനുഷ്യൻ ക്ഷമയ്ക്ക് അർഹനാണ്. ദൈവം മനുഷ്യനോട് ക്ഷമിക്കുന്നു എങ്കിൽ മനുഷ്യൻ മറ്റുള്ള മനുഷ്യരോട് ക്ഷമിക്കുവാൻ മടി കാണിക്കുന്നത് ഭോഷത്വമാണ് എന്ന് മറക്കരുത്. അത് തിരുവചനം നമ്മെ ഉപദേശിക്കുന്നു. നാം അന്യനോട് ക്ഷമിക്കാതിരിക്കുന്നുവെങ്കിൽ നമുക്കുള്ള സകല ദൈവാനുഗ്രഹത്തെയും നാം വേണ്ടെന്ന് വയ്ക്കുകയാണ്. നമ്മുടെ വാഗ്ദത്ത നന്മകളെ നാം തടയുന്നവരായിത്തീരുകയും നമ്മുടെ മേൽ സാത്താന് അവകാശവും അധികാരവും നാം സമ്മതിച്ചു കൊടുക്കുകയുമാണെന്ന് മറക്കരുത്. അതുകൊണ്ട് അന്യനോ സ്വന്തപ്പെട്ടവരോ ആരുമാകട്ടെ, ആരെങ്കിലും നമുക്ക് ദോഷകരമാകുന്നതോ വേദന ഉണ്ടാക്കുന്നതുമായ എന്തെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്തുവെന്നത് ശരിയാണെങ്കിലും ഇന്നും അതിൻ്റെതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മെ അലട്ടുന്നുണ്ടെങ്കിലും, പ്രിയരെ, അത് വ്യക്തിപരമായോ കുടുംബപരമായോ കൂട്ടായ്മപരമായോ നഷ്ടമനുഭവിക്കുന്ന അവസ്ഥയാണെങ്കിലും അവരോട് ക്ഷമിക്കുവാൻ മടിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിച്ചുണർത്തുകയാണ്. ക്രൂശിന്റെ മാർഗം ക്ഷമയുടെ മാർഗമാണ്. ക്രൂശിതന്റെ ഉപദേശം ലോകക്കാരുടെ ഉപദേശങ്ങൾക്ക് എതിരാണ്. നാം അനുഷ്ഠിക്കേണ്ടത് ക്രൂശിതന്റെ ഉപദേശമാണ്. നമ്മുടെ കുറവുകൾ, നമ്മുടെ പിഴവുകൾ സ്വർഗം ക്ഷമിച്ചതിനാൽ നാമും ക്ഷമിക്കുവാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചും കൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവജനത്തിന് കൊടുക്കുന്ന ശക്തമായ ഉപദേശം ഇപ്രകാരമാണ്. പ്രിയരെ, എന്തുകൊണ്ടാണ് നാം ക്ഷമിക്കേണ്ടത്? ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ദൈവവചനം പറയുന്നു, ദൈവം നമ്മോട് ക്ഷമിച്ചത് കൊണ്ട് നാമും ക്ഷമിക്കണം. ദൈവം നമ്മോട് ക്ഷമിച്ചത് കൊണ്ട് നാമും ക്ഷമിക്കണം. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ക്ഷമ ലഭിച്ചവരാണ്. നമ്മുടെ ആരാധന കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ അല്ല നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത്. നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായതുകൊണ്ട് ദൈവത്താൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ് വേണ്ടത്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതിന് മറ്റുള്ളവർ നമ്മെ നിർബന്ധിപ്പിച്ച് ക്ഷമ ചോദിപ്പിക്കുന്നവരാക്കുകയോ ക്ഷമ കൊടുപ്പിക്കുന്നവരാക്കുകയോ അരുത്. ദൈവഭയത്താൽ ക്ഷമ ചോദിക്കുന്നവരായി, ദൈവഭയത്താൽ ക്ഷമ കൊടുക്കുന്നവരായി സ്വമേധയാ നാം മാറ്റപ്പെടണം. അങ്ങനെയുള്ള ക്ഷമ കൊടുക്കലിനും ക്ഷമ വാങ്ങിക്കലിനും മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. പ്രിയരെ, നാം ഇപ്രകാരം ചെയ്യുന്നവരല്ലെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഒരു യോഗ്യതയുമില്ല. പിതാവാം ദൈവത്തിൽ പുത്രത്വത്തോടുള്ള അവകാശത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുകയാണ് നാം എന്ന് മനസ്സിലാക്കണം. നാം ക്ഷമിക്കാത്തിടത്തോളം കാലം പ്രിയരെ നമുക്കും ക്ഷമ കിട്ടുകയില്ല. ക്ഷമിക്കുന്നവരോട് മാത്രമേ ദൈവവും ക്ഷമിക്കുകയുള്ളൂ. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ അതിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഓർമ്മിപ്പിച്ചതും പഠിപ്പിച്ചതും ഇത് തന്നെ. ഞങ്ങളുടെ കടക്കാരോട്
ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നാണ് കർത്താവ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത്. മറ്റുള്ളവരോട് നാം ക്ഷമിച്ചെങ്കിൽ മാത്രമേ പ്രിയരെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഒക്കുകയുള്ളൂ എന്നുള്ളതല്ലേ ഇതിനർത്ഥം? ഈ പ്രാർത്ഥനയിൽ കൂടി ശക്തമായൊരു ഉപദേശം നൽകപ്പെടുന്നു. എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഞാൻ ഒരിക്കലും കർത്താവെ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു കാര്യമാണ്. പ്രിയരെ, നാം ഇപ്പോഴും ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? നാം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച പാപങ്ങൾ വീണ്ടും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് നമുക്ക് രക്ഷ ഒരുക്കി തന്ന കർത്താവ്, നമുക്ക് ആ രക്ഷ കർത്താവ് നൽകി തന്നിരിക്കുന്നു. എന്നാൽ ഇന്നും നമ്മുടെ വീണ്ടെടുപ്പ് നടന്ന ആത്മാവ് വസിക്കുന്നത് വീണ്ടെടുപ്പ് നടന്നിട്ടില്ലാത്ത ശരീരത്തിലാണ്. നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലായകയാൽ പാപം ഇപ്പോഴും ഒരു ദൈവ പൈതലിനെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അനുദിനം അതിൻ്റെ ക്ഷമ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ദൈനംദിനം നമുക്ക് ശുദ്ധീകരണം ആവശ്യമാണ്. അതിന് വചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. 1 യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്നുള്ള കാര്യമാണ്. പ്രിയരെ, ഇന്നും ദൈവമക്കളായവർ ചെയ്യേണ്ടതായ കാര്യമാണിത്. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി എന്നാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, നാം ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകതയുടെ ആഴം മനസ്സിലായോ? നാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചെറിയ പാപമാകട്ടെ വലിയതാകട്ടെ, അത് കുഴപ്പമില്ല, എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് ചിന്തിച്ച് തള്ളുന്ന കാര്യമാകട്ടെ, അവ ഏറ്റുപറഞ്ഞ് പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നാം മറ്റുള്ളവരുടെ കടങ്ങളും പിഴകളും ക്ഷമിച്ചെങ്കിലേ മതിയാകും. നാം പാപക്ഷമയിൽ കൂടി നടന്നു പോകേണ്ടവരാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുന്ന പാപം വലിയ പാപമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ നിന്ന് ക്ഷമ ലഭിച്ചവരായി അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ കൂടപ്പിറപ്പേ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്കടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ഇന്ന് പകലിലും ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹീതമായ ആലോചനയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കുവാനുള്ള അവകാശം നഷ്ടമാക്കുന്ന പാപം ഏതെന്ന് കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അതിനെ തകർത്തു കളയാൻ കർത്താവേ, അങ്ങയുടെ ക്ഷമ പ്രാപിച്ച് ഞങ്ങൾ മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കുന്നവരായി ജീവിപ്പാൻ ഇന്ന് പകലിൽ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കുന്നു. ദൈവകൃപ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, ക്ഷമ ചോദിക്കുന്ന, ക്ഷമ പ്രാപിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് ഇന്നിൻ്റെ മറുപടി സൗഖ്യമായി, ആരോഗ്യമായി, നന്മയായി, വിടുതലുകളായി, ഉയർച്ചകളായി, തുറക്കപ്പെട്ട വഴികളായൊക്കെ തലമുറകളുടെ വിടുതലും കുടുംബജീവിതങ്ങളുടെ അനുഗ്രഹവുമായി കർത്താവെ ഇന്ന് പകലിൽ വെളിപ്പെടുത്തുമാറാകണമേ. ചില മറുപടികളൊക്കെ ഏറ്റെടുത്ത് അനുഭവിക്കുന്നതിൻ്റെ സാക്ഷ്യം ഉയർത്തപ്പെടുവാൻ ഇടയാകട്ടെ. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.